എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ മുട്ടത്തീയലാണ്. നിത്യവും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം വിളമ്പാനും ചോറിന്റെ സൈഡ് ഡിഷായിട്ട് എടുക്കാനും വളരെ സ്വാദേറിയ നല്ലൊരു കറിയാണ്. അതും തന്നെ നാടൻ രീതിയിലാണ് പാചകവും. ഇനി മുട്ടത്തീയൽ തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1/4 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. വറവയ്ക്ക് മൂത്ത് കഴിഞ്ഞാൽ 2 സവാള പൊടിയായി കട്ട് ചെയ്തത് കൂടി ചേർത്ത് വീണ്ടും ഒന്നുകൂടെ വഴറ്റിയതിന് ശേഷം സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ എരിവിനാവശ്യമായ പച്ചമുളക് കൂടി ചേർക്കാം. പച്ചമുളകും ചേർത്ത് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങാണ് ചേർക്കേണ്ടതും. ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കണം കട്ട് ചെയ്തെടുക്കേണ്ടതും. അതിനുശേഷം ഉരുളക്കിഴങ്ങും സവാളയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വെന്ത് കിട്ടാനായിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നല്ലതുപോലെ അടിച്ചേർത്തൊന്ന് ഇളക്കി കൊടുക്കണം. ഉരുളക്കിഴങ്ങ് വേവായി തുടങ്ങിയാൽ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. ഇതിനായിട്ട് അരമുറി നാളികേരവും 5 കൊച്ചുള്ളിയും 4 വെളുത്തുള്ളിയും 3 കറിയാമ്പൂവും 1 ടീസ്പൂൺ അളവിലെ കുരുമുളകും 2 കഷ്ണം കറുവപ്പട്ടയും 2 ഏലക്കയും 1/4 ടീസ്പൂൺ അളവിലെ പെരിഞ്ചീരകവും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. നാളികേരം വറുത്തെടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പൊടികളും കൂടി ചേർത്തിട്ട് വേണം വറുത്തെടുക്കാനായിട്ടും. തീയലിന് നല്ലൊരു കളറൊക്കെ കിട്ടുന്നതിനായിട്ട് നാളികേരം വറുത്തെടുക്കുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം വറുത്തെടുക്കാനായിട്ടും. നല്ലപോലെ മൂപ്പത്തിയ നാളികേരത്തിലേക്ക് 1 സ്പൂൺ അളവിലെ മുളക് പൊടിയും 2 സ്പൂൺ അളവില് മല്ലിപ്പൊടിയും 1 നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്നുകൂടെ മൊരിയിച്ചെടുക്കണം. ഇതൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് ഒന്നുകൂടെ മൊരിയിച്ചെടുത്തതിന് ശേഷം ചൂടാറി വരുമ്പോൾ നമുക്കൊന്ന് അരച്ചുകൂടി എടുക്കാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ തിളച്ചൊന്ന് വേവായി വന്നിട്ടുണ്ട്. ഈ ഒരു വേവായി വന്നിട്ടുള്ള കഷ്ണങ്ങളിലേക്കാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള അരപ്പ് ചേർത്തിളക്കി കൊടുക്കേണ്ടത്. അരപ്പും ചേർത്ത് കൊടുത്ത കറി നന്നായിട്ട് തിളച്ചു തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് പുഴുങ്ങിയ മുട്ട 2ആയി ഭാഗിച്ചതിന് ശേഷം കറിയിലേക്ക് ചേർക്കാം. ഇനിയിപ്പോൾ നമ്മുടെ കറി ഒന്ന് തിളച്ച് കുറുകിയ പാകത്തിലേക്ക് ആയി കഴിഞ്ഞാൽ വളരെ സ്വാദേറിയിട്ടുള്ള മുട്ടത്തീയൽ ഇവിടെ റെഡിയാണ്. ഇനി ചെറു ചൂടോടുകൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടമായിരുന്നെങ്കിൽ ഫുൾ വീഡിയോ കണ്ട് ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല.